ഇവിടുത്തെ നഴ്സസിൻ്റെ നോർമൽ വർക്കിംഗ് അവേഴ്സ്, റുട്ടീൻസ് ഇതൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഇവിടെ അയർലൻഡിൽ നോർമലി സ്റ്റാഫ് നഴ്സ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 37.5 അവർ പെർ വീക്കാണ്. അപ്പോൾ ഒരു 12 അവർ ഷിഫ്റ്റ് എടുക്കുന്ന നഴ്സാണെങ്കിൽ അവർ വീക്കിലി 3 ഡേയ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ 3 ഡേയ്സ് ഒരുമിച്ച് വർക്കിംഗ് വരാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഓഫ് വന്നിട്ട് പിന്നെ വർക്കിംഗ് ഡേ അങ്ങനെയായിട്ടും വരാം. ഈ 12 അവറിൽ നിന്ന് എക്സെപ്ഷൻ വരുന്നത് OPD വർക്ക് ചെയ്യുന്നവർ, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, തിയേറ്റർ, GP പ്രാക്ടീസിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പെർ ഡേ വർക്കിംഗ് അവർ കുറവായിരിക്കും. അപ്പോൾ അവർ 4 ഡേയ്സോ 5 ഡേയ്സോ പെർ വീക്ക് വർക്ക് ചെയ്യുന്നു. 37.5 അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ വീക്കും 3 ഡേയ്സ് പെർ വീക്ക് വർക്ക് ചെയ്യും. മാസത്തിൽ ഏതെങ്കിലും ഒരാഴ്ച 4 ഡേ പെർ വീക്കായിട്ട് ആയിരിക്കും വർക്കിംഗ് വരുന്നത്. പേഷ്യൻസിനെ അസൈൻ ചെയ്യുന്നു എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോംസും ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ട് നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നഴ്സിംഗ് ഹോമിലെ ടോട്ടൽ റെസിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര റെസിഡൻസിനെ വെച്ച് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ 20-30 റെസിഡൻസ് ഉള്ള നഴ്സിംഗ് ഹോംസ് ആണെങ്കിൽ ഡേയിൽ 1 or 2 നഴ്സസ് ആയിരിക്കും, നൈറ്റിൽ ഒരു നഴ്സ് നോർമലി വരുന്നത്. 150-180 റെസിഡൻസ് ഉള്ള നഴ്സിംഗ് ഹോംസ് ആണെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് തിരിച്ചുണ്ടാവും, ഒരു യൂണിറ്റിന് ഒരു നഴ്സ്. ആ യൂണിറ്റിൽ എത്ര റെസിഡൻസ് ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമുക്ക് റെസിഡൻസ് അസൈൻ ആയിട്ട് വരുന്നത്. ചില യൂണിറ്റിൽ 15-20 റെസിഡൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പം ഒരു യൂണിറ്റിൽ എത്ര റെസിഡൻസ് ഉണ്ടോ ആ റെസിഡൻസിനെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം, അങ്ങനെയാണ് വരുന്നത്. ഹോസ്പിറ്റൽസിൽ വരുവാണെങ്കിൽ നോർമലി മെഡിക്കൽ സർജിക്കൽ വാർഡുകളിലൊക്കെ വരുമ്പോൾ ഒരു 5 to 7 പേഷ്യൻസ് പെർ സ്റ്റാഫ് നഴ്സിന് അങ്ങനെയാണ് വരുന്നത്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റാഫ് ഷോർട്ടേജ്, പേഷ്യൻ്റ് ലോഡ് ഒക്കെ അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. പിന്നെ ICUലാണെങ്കിലും വളരെ ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ആണെങ്കിലാണ് 1:1 വരുന്നത്, അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:3 ഒക്കെയാണ് വരുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സെക്ഷനായിട്ടും 1-2 നഴ്സുമാരെ ആയിരിക്കും അസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 12 അവർ ഷിഫ്റ്റിൽ ആ ഒരു സെക്ഷനായിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെ ഇവർ മാനേജ് ചെയ്യണം. അതായത് ട്രയാജ് ചെയ്യാൻ 2 നഴ്സിനെ വെച്ചേക്കുന്നെങ്കിൽ ആ 12 അവർ ഷിഫ്റ്റിൽ വരുന്ന സ്ട്രേറ്റ് ട്രയാജ് വരുന്നവരെ എല്ലാവരും ആ 2 നഴ്സായിരിക്കും ട്രയാജ് ചെയ്യേണ്ടത്. ഇതൊരു കോമൺ സിനാരിയോ ആണ് കേട്ടോ. ഇതിൽ നിന്ന് വേരിയേഷൻസ് ഒക്കെ വരാം. പിന്നെ ഡെയിലി മാത്രം ഓപ്പണിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ വർക്കിംഗ് അവേഴ്സ് വ്യത്യാസം വരാം, പേഷ്യൻ്റ് റേഷ്യോ ഒക്കെ അതനുസരിച്ച് വ്യത്യാസം വരാം.